ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി മൈൻഡ്സ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഒരു അടിപൊളി പഴം നിറച്ചതായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 8 അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയെടുത്തത് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 7 പേർക്കുള്ള പഴം നിറച്ചാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്, വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമുറി തേങ്ങ ഇതിലേക്ക്, നന്നായി ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കൊന്ന് നന്നായി വാട്ടിയെടുക്കാം, കുറച്ചൊന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇത് കണ്ടില്ലേ, പഞ്ചസാരയും ഏലക്കായും പൊടിച്ചതാണ്. കൂടാതെ കുറച്ച് ജീരകവും, ഒരു ടേബിൾ സ്പൂൺ ജീരകമുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നിങ്ങളെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. പഞ്ചസാര എത്ര വേണമെന്ന് വെച്ചാൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായി മിക്സായി ചൂടായിട്ട് പഞ്ചസാര ഒന്ന് എല്ലാ തേങ്ങയിലൊക്കെ നന്നായിട്ട് പിടിച്ച് വരണം. നന്നായി പിടിച്ചിട്ടുണ്ട്. ഏതാണ്ട് തേങ്ങ ഒന്ന് ചെറുതായി ഒന്ന് വാടി നന്നായി കുറച്ചൊന്ന് ചുവന്ന കളറൊക്കെ വരണം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു 7ഓളം പഴം എടുത്തിട്ടുണ്ട്. ഇനി ഈ പഴം ഒന്ന് നന്നായിട്ട് കീറി എടുക്കണം. ഇത് കണ്ടില്ലേ, ഇങ്ങനെയൊന്ന് കീറി എടുക്കണം. ഇതുപോലെ എല്ലാ പഴവും നമുക്ക് കീറിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരുവിധം എല്ലാ പഴവും കീറി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഈ കീറി എടുത്ത പഴത്തിലേക്ക് ഈ തേങ്ങ കൂട്ട്, തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ആയിട്ടുള്ള ഈ കൂട്ട് നിറയ്ക്കുകയാണ്. അത് മാക്സിമം നിറയ്ക്കണം കേട്ടോ, എന്നാലേ അതിന് വേണ്ടത്ര ഒരു ഉണ്ടാവുള്ളൂ. എനിക്കിവിടെ കിട്ടിയത് അത്ര പഴുത്തൊരു പഴമല്ല. അത്യാവശ്യം പഴുത്ത പഴം എടുത്തിട്ട് നിറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് കാണുന്നത് മൈദ പേസ്റ്റാണ്. മൈദ കുറച്ച് വെള്ളത്തിലിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തതാണ്. ഇത് നന്നായിട്ട് നമുക്കിവിടെ മുകളിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ നമ്മൾ ഈ നിറച്ച എന്താണ് അവിലിൻ്റെയും അല്ല ഈ ഇതിൻ്റെയും തേങ്ങ കൂട്ട് എന്ത് ചെയ്യും, പുറത്ത് പോയി പോകും. ഇനി ഇത് വേറൊരു രീതിയിൽ ഉണ്ടാക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് തേങ്ങ വെച്ച് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇനി തേങ്ങ അവിൽ കൂട്ടിയിട്ട് ഉണ്ടാക്കാം. അതൊരു വേറെ ടേസ്റ്റാണ്, നല്ല ഇത് തന്നെയാണ്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം അത് ഇടാം. ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ പഴമൊക്കെ. ഇനി പാൻ ഒന്നുകൂടി നമുക്ക് ചൂടാക്കണം. പാനിലേക്ക് നമുക്ക് കുറച്ചുകൂടി നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണയായാലും മതി, നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇത് നന്നായി പൊരിഞ്ഞ് വരണം. ഇതിപ്പോൾ ഏതാണ്ട് ഒരു സൈഡിൽ പൊരിച്ച് വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് നമുക്ക് വേവ് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയല്ല വേണ്ടതെന്ന് വെച്ചാൽ എടുക്കട്ടോ. ഇതിപ്പോൾ ഇതാ നന്നായി ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ഭാഗം, നമ്മൾ ഈ പേസ്റ്റ് തേച്ച, ഈ മൈദയുടെ പേസ്റ്റ് തേച്ച ഭാഗത്താണ് ആദ്യം എണ്ണയിലേക്ക് മുക്കിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗവും വേവ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക്
തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി റെഡിയാക്കി നന്നായി വേവിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ചൂടൊന്ന് തണിഞ്ഞ ശേഷം നല്ലൊരു ഡിഷാണ് കേട്ടോ. ഇത് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാം. വീട്ടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡിഷാണ്. അപ്പോൾ ആരും മറക്കരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളാണ് നമ്മുടെ ബലം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. Stay happy.